بسم الله الرحمن الرحيم. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 993 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 25 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിനായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 25 മുതൽ 35 വരെയുള്ള വളരെ ചെറിയ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. 11 ആയത്തുകൾ ഇത് വരുമെങ്കിലും ഒരായത്തിന്റെ ദൈർഘ്യം പോലും പറയാൻ പറ്റാത്ത അത്രയും ചെറിയ ആയത്തുകളാണ്. ഖുർആനിലെ ശ്രദ്ധേയമായ വലിയ ആയത്തുകളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ചെറിയ ആയത്തുകളാണ്. മൂസ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ മദീനയിൽ നിന്ന് കുടുംബസമേതം ഈജിപ്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ആ യാത്രക്കിടയിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അള്ളാഹു അദ്ദേഹത്തിന് ഒരു ചുമതല ഏൽപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യമാണ് സൂറത്ത് ത്വാഹയില് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് കാണുകയുണ്ടായത്. ഇവിടെ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് ശ്രദ്ധേയമായ ചില കഴിവുകളും വൈഭവങ്ങളും ഒക്കെ നൽകിയിട്ട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗ എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, നീ ഫറോവയുടെ അടുക്കലേക്ക് പോ, അയാള് കടുത്ത ധിക്കാരിയായി മാറിയിരിക്കുന്നു എന്നാണ്. ഈജിപ്തിലേക്ക് തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാം യാത്ര ചെയ്യുന്നത്. കുടുംബസമേതം ഈജിപ്തിലേക്ക് മടങ്ങുന്നത് സ്വന്തം നാട്ടുകാരും രക്തബന്ധുക്കളും ഒക്കെയായ ബനു ഇസ്രായേൽ സമൂഹത്തോടൊപ്പം ചെന്ന് ചേരുന്നതിനും തൻ്റെ കുടുംബത്തിലെ ബാക്കി ആളുകളോടൊപ്പം ഒരു പുനഃസമാഗമം സാധിക്കുന്നതിനൊക്കെ വേണ്ടിയാണ്. 10 വർഷത്തോളമായിട്ട് മദീനയിലെ പ്രവാസത്തിലാണല്ലോ. ആ യാത്രക്കിടയിലാണ് ഒരു തീ കാണാനിടയായിട്ട് മൂസ അലൈഹി ഇസ്ലാം കുടുംബത്തെ പുറകിൽ നിർത്തിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നതും ആ തീയുടെ അടുക്കൽ എത്തിയപ്പോ അള്ളാഹു അദ്ദേഹത്തെ വിളിക്കുന്ന, അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരനുഭവവും ഒക്കെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ സംസാരത്തിനിടക്ക് മൂസ അലൈഹി ഇസ്ലാമിന് 2 വളരെ പ്രധാനപ്പെട്ട ആയത്തുകൾ അള്ളാഹു കാണിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന വടി തറയിലിടുന്നതോടെ അതൊരു അത്യുഗ്രൻ സർപ്പമായി ഇഴഞ്ഞു നടക്കാൻ തുടങ്ങുന്ന ഒരു അനുഭവം. യാതൊരു പേടിയും കൂടാതെ അതിനെ പോയി കയ്യിലങ്ങ് എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പോലെ വടിയായി മാറുന്നു എന്നതാണ്
ആ അനുഭവം. രണ്ടാമത്തത് വലത് കൈ തന്റെ കൈ കക്ഷത്തിൽ വെക്കുമ്പോൾ ശരീരത്തിന്റെ പാർശ്വഭാഗത്ത് ചേർത്ത് വെക്കുന്നതോടുകൂടി അത് തിളങ്ങുന്ന ഒരു കൈയായിട്ട് മാറുകയാണ്. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ബൈലാ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു കാഴ്ച. വീണ്ടും കക്ഷത്തിൽ വെച്ച് കൈയെടുക്കുന്നതോടെ അത് ആ തിളക്കം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു എന്ന്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തിലെ ഈജിപ്തിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു കാര്യമാണ് ആളുകള് പലപ്പോഴും മികവ് കാണിച്ച് ചെയ്തുകൊണ്ടിരുന്ന മാജിക് അല്ലെങ്കിൽ ജാലവിദ്യ എന്ന കാര്യം. സിഹർ ചെയ്യുന്നതിലും അത് വെച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ജനങ്ങളെ വിസ്മയിപ്പിക്കുന്നതിലുമൊക്കെ മികവുള്ള ധാരാളം സാഹിറുകൾ, ധാരാളം മജീഷ്യൻസ് ആ കാലത്ത് രംഗത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ തന്നെ ഒരു മുഖമുദ്രയായിട്ട് പറയാവുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ ദൈക്ഷണികവും അതുപോലെ നൈപുണ്യവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു കാര്യമാണ് അക്കാലത്ത് ഈ ജാലവിദ്യ എന്ന സംഗതി. ജാലവിദ്യക്കാര് നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. അവർക്ക് അത് വെച്ചുകൊണ്ട് ജനങ്ങളെ വിസ്മയിപ്പിക്കാനൊക്കെ കഴിയാറും ഉണ്ടായിരുന്നു. എന്നാൽ ആ ജാലവിദ്യകളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തില്, അവയൊക്കെ നിസാരമായി തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ വിസ്മയം തീർക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു പ്രത്യേകമായ രണ്ട് ആയത്തുകളായിട്ട് ഇവിടെ നൽകപ്പെടുന്നത്. തറയിലിടുന്ന വടി പാമ്പാകുന്നതും അത് അത്യുഗ്രൻ സർപ്പമായി അഴിഞ്ഞു നടക്കുന്നതും അത് കയ്യിലെടുക്കുന്നതോടെ പഴയ പോലെ വടിയായി മാറുന്നതും ആളുകളെ ഏറ്റവുമേറെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ദൈവിക ദൃഷ്ടാന്തമായിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തപ്പെടുന്നത്. അത് കേവല ജാലവിദ്യയല്ല. മൂസ അലൈഹി ഇസ്ലാം ഈ കാണിക്കുന്നത് ജാലവിദ്യയല്ല, യഥാർത്ഥത്തിൽ തന്നെ അങ്ങനെ ആവുകയാണ്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം വടി പാമ്പാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവരുടെ മുന്നിൽ അവർക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി ജാലവിദ്യക്കാരൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് കേവല ജാലവിദ്യ അല്ലെങ്കിൽ കൺകെട്ട്, തോന്നിപ്പിക്കല് മാത്രമായിരുന്നെങ്കിൽ മൂസ അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ കാണിച്ച ആ കാര്യം അതൊരു ദൈവിക ദൃഷ്ടാന്തം തന്നെയാണ്. രണ്ടും ദൃഷ്ടാന്തങ്ങളായിട്ടാണ് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ രണ്ട് സംഗതികളും വെച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ ഈ രണ്ട് ആയത്തുകൾ കൊണ്ട് പിൻബലം നൽകിക്കൊണ്ട് അള്ളാഹു സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും ഈജിപ്തിന്റെ ഭരണ സാരഥ്യം വഹിക്കുന്ന ഫറോവയെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാനും അദ്ദേഹത്തിന്റെ ധിക്കാരപരമായ മനസ്ഥിതി ഉപേക്ഷിച്ച് അള്ളാഹുവിന് വഴിപ്പെടുന്നവനായിക്കൊണ്ട് മാറാൻ ആവശ്യപ്പെടാനും ഒക്കെയാണ് അള്ളാഹു ഇവിടെ ചുമതല ഏൽപ്പിക്കുന്നത്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, അടുത്ത ധിക്കാരിയായി, അടുത്ത ഫാഷിസ്റ്റായി മാറിയിരിക്കുന്നു അയാളുടെ അടുക്കലേക്ക് കടന്നു ചെല്ല്. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെടുന്ന നിർദ്ദേശം. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ച കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാധ്യതയിൽ പെട്ടതാണ് എന്ന് കരുതിയിരുന്നതോ ഒന്നുമല്ല. ഒരു കാലഘട്ടത്തിലെ ജനസഞ്ചയങ്ങളെ വിറപ്പിച്ചു നിർത്തിക്കൊണ്ട് അധികാരം കൈയാളുന്ന ഒരു വ്യക്തി ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് മനസ്സമാധാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുക എന്നത് സാധ്യമായിരുന്നില്ലാത്ത ഒരു സാഹചര്യം. ആളുകളുടെ
പിന്തുണ നൽകുന്ന സിൽബന്തികളൊക്കെ ആയിട്ടുള്ള ആളുകളുടെ പിൻബലത്തോടു കൂടി വലിയൊരു അധികാര കേന്ദ്രവും ആളുകളെ വിരട്ടാൻ കഴിയുന്ന, ആളുകളെ ഭയപ്പെടുത്തി നിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഹാവഭാവങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് തന്റെ ചൊൽപ്പടിക്ക് കീഴിൽ, കാൽ കീഴിൽ അടിമകളെ പോലെ കഴിയാൻ ജനങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു അസാധാരണ നേതൃപാടവമുള്ള, ജനങ്ങളെ വളരെ ശക്തമായ വിധത്തിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ഒരു ഭരണാധികാരി. അയാളുടെ സന്നിധിയിലേക്ക് ധീരമായിട്ട് കടന്നു ചെല്ലാനാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. അയാളെ പുകഴ്ത്താനോ അയാളെ വാഴ്ത്തി പറയാനോ അയാൾക്ക് ആശംസകൾ അർപ്പിക്കാനോ ഒന്നുമല്ല. അയാളുടെ തെറ്റ് തിരുത്താനും അയാളെ ശരിയായ മാർഗത്തിലേക്ക് ക്ഷണിക്കാനും അയാളെ വിനയാന്വിതനായി അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവനായിട്ട് മാറാനും ആവശ്യപ്പെടാൻ വേണ്ടിയാണ്. അതിനേക്കാൾ വലിയൊരു പ്രകോപനം അധികാരസ്ഥനായ ധിക്കാരിയായ ഒരു ഭരണാധികാരിക്ക് അതേക്കാൾ പ്രകോപനപരമായ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അത്രയും കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യം നിർവഹിക്കാനാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആ ഷോക്ക് തീർച്ചയായിട്ടും മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്, നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകൾ മുതൽ അവസാനിപ്പിച്ച ആ ആയത്ത് വരെ, ഇന്നക കുന്ത ബിനാ ബസീറ എന്നത് വരെ മൂസ അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളാണ്. അള്ളാഹു ഫറോവയുടെ അടുക്കിലേക്ക് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ചുമതല ഏൽപ്പിച്ച ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രതിവചിക്കുന്ന കാര്യങ്ങളാണ്, തിരിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഖാല, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, റബ്ബി ഇശ്റഹ് ലി സദ്രി, എന്റെ നാഥ നീ എനിക്ക് എന്റെ ഹൃദയത്തിന് വിശാലത തരണമേ എന്നാണ്. ഹൃദയത്തിന് എനിക്ക് നീ വിശാലത തരണമേ. റബ്ബി ഇശ്റഹ് ലി സദ്രി, സദർ എന്ന് പറഞ്ഞാൽ നെഞ്ച്, നെഞ്ചകം എന്നൊക്കെയാണ് അതിന്റെ ഭാഷാപരമായ സൂചന. ഇഷ്റഹ് എന്ന് പറഞ്ഞാൽ വിശാലമാക്കുക. എന്റെ നെഞ്ചിനെ നീ വിശാലമാക്കി തരണമേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ ധൈര്യവും സ്ഥൈര്യവും തൻ്റെടവും മനോദാർഢ്യവും നിശ്ചയദാർഢ്യവും ഒക്കെ നൽകിക്കൊണ്ട് എനിക്ക് പിൻബലം നൽകണമേ എന്നാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നേരത്തെ അതുവരെ ഉണ്ടായിരുന്ന മനോഘടന വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ദൗത്യമല്ല ഇത്. ചങ്കിടിപ്പില്ലാതെ, മുട്ടുവിറക്കാതെ, അതുപോലെ നാക്കിടറി പോകാതെ ഫറോവയുടെ അടുക്കൽ ചെന്ന് അയാളുടെ സന്നിധിയിൽ കയറി ചെന്ന് അള്ളാഹു ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ സംസാരിക്കുക എന്നത് അത്ര എളുപ്പമായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് ആ ഘട്ടത്തിൽ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കപ്പെട്ടിരുന്ന ഫറോവ എന്നത് ലോകത്തെ തന്നെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആൾരൂപമാണ്. അയാള് അധികാരത്തിന്റെയും ശക്തിയുടെയും പിൻബലത്തില് ജനങ്ങൾ അടക്കി വാണുകൊണ്ടിരിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് ബനു ഇസ്രായേൽ സമൂഹത്തെ അടിമത്തത്തിന് വിധേയമാക്കിക്കൊണ്ട് അവരെ അതിഭീകരമായ വിധത്തില് പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടിരുന്ന ഭരണാധികാരിയുടെ പിന്മുറ, അല്ലെങ്കിൽ ആ ഒരു പരമ്പരയുടെ പിന്മുറക്കാരനായിട്ടാണ് ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ ഈജിപ്തിലെ സ്വേച്ഛാധിപതിയായിരുന്ന റാംസീസ് II എന്ന പേരിൽ അറിയപ്പെടുന്ന ഫറോവ ചക്രവർത്തി. അപ്പോ അയാളുടെ അടുക്കലേക്ക് കയറി ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് നിർവഹിക്കാം, അതിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ അതിന് പറ്റുന്ന ഒരു നിശ്ചയദാർഢ്യവും ധൈര്യവും സ്ഥൈര്യവും ഒക്കെയുള്ള ഒരു മനോഘടന അദ്ദേഹത്തിന് നൽകണം എന്നാണ് അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നത്. റബ്ബി ഇശ്റഹ് ലി സദ്രി, എന്റെ നാഥ നീ എനിക്ക് എന്റെ ഹൃദയത്തിന് വിശാലത നൽകണമേ. ധൈര്യവും സ്ഥൈര്യവും തൻ്റെടവും ആർജവവും ഒക്കെയുള്ള ഒരു
മനോഘടന തന്നുകൊണ്ട് എന്നെ നീ അനുഗ്രഹിക്കണമേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. വയസ്സിർലി അമ്രി, വയസ്സിർലി, നീ എനിക്ക് എളുപ്പമാക്കി തരണമേ, അമ്രി, എന്റെ ദൗത്യം. എന്നെ നീ ഇപ്പോ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈ ദൗത്യം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ എന്നാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഈ ദൗത്യം നിർവഹിക്കാനൊക്കെ ഞാൻ സന്നദ്ധനാണ്, പക്ഷെ അത് ആരോടെങ്കിലൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവും എത്ര കഠിനമായ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് അത് എന്ന്. അതുകൊണ്ട് അത് എനിക്ക് നീ എളുപ്പമാക്കി തരണമേ എന്ന്. അമ്ര എന്ന് പറഞ്ഞ കാര്യം, യസിർ എന്ന് പറഞ്ഞ എളുപ്പമാക്കുക. യസിർലി അമ്രി, ഈ കാര്യം നീ എനിക്ക്, എന്റെ ഈ കാര്യം എന്ന് പറഞ്ഞ അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ആ ദൗത്യം, അത് നീ എനിക്ക് എളുപ്പമാക്കി തരണമേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഏത് ദൗത്യവും നമുക്ക് ഭീകരമായ, നമുക്ക് ചുമലേൽക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു സംഗതിയായിട്ട് അനുഭവപ്പെടാം. അതേ കാര്യം തന്നെ നമുക്ക് ലളിതമായി എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. ഇത് അള്ളാഹു നമുക്ക് തരുന്ന നമുക്ക് അനുഭവം പോലെയാണ്. ചില കാര്യങ്ങള് ബാക്കിയുള്ളവർക്ക് വളരെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിട്ട് തോന്നുമെങ്കിലും നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന അവസരങ്ങളുണ്ടാവും. നമുക്കത് നിസ്സാരമായിട്ട് തോന്നുകയൊക്കെ ചെയ്യും. ഇത് അള്ളാഹു ഓരോരുത്തരുടെയും മനസ്സിനെ ആ വിധത്തിൽ പാകപ്പെടുത്തുന്നത് കൊണ്ടാണ്. അപ്പൊ ആ വിധത്തിൽ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി തന്ന് ഈ ദൗത്യം എനിക്ക് എളുപ്പമാക്കി തരണമേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. വഹലുൽ ഉഖ്ദത്തം മിൻ ലിസാനി, പിന്നെ പറയുന്നത് എന്റെ നാക്കിലുള്ള കുരുക്ക് നീ ഒന്ന് അഴിച്ചു തരണമേ. മൂസ അലൈഹി ഇസ്ലാം വലിയ സംസാര വൈഭവം ഉണ്ടായിരുന്ന ആളല്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ, വളരെ വാചാലമായി സംസാരിക്കാൻ പ്രയാസമുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പരിമിതി അദ്ദേഹത്തിന്റെ സംസാര വൈഭവത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പല കാരണങ്ങളും അതിനുണ്ടാകാം. കുട്ടിക്കാലത്തെ അനുഭവങ്ങളാവാം, ശാരീരികമായ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളാവാം, അതല്ലെങ്കിൽ മനസ്സിന് വലിയ ഭാരമായി മാറുന്ന എന്തെങ്കിലും ട്രോമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ടൊക്കെ നമുക്ക് സംസാരം വളരെ നിയന്ത്രിതമാവുകയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വാചാലതയുള്ളത് അല്ലാതാവുകയോ ഒക്കെ ചെയ്യാം. എന്തായാലും ആ ഘട്ടത്തിലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നാക്കിന് ഒരു കുരുക്കുള്ള പോലെയാണ്. ഉദ്ദേശിച്ച വിധത്തില്, ഉദ്ദേശിച്ച വ്യക്തതയോടുകൂടി വാചാലമായി കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് പ്രയാസം അനുഭവപ്പെട്ടിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം കഥകളുണ്ട്. മൂസ അലൈഹി ഇസ്ലാം, ഒന്ന് ബൈബിള് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് വാചാലത കുറവുണ്ടായിരുന്നു. വളരെ തെളിമയോടും വ്യക്തതയോടും കൂടിയ ആളുകളോട് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പരിമിതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നൊരു സൂചന കാണാം. അതുപോലെ യഹൂദർക്കിടയിൽ പ്രചാരത്തിലുള്ള തൽമൂദ് എന്ന ഗ്രന്ഥത്തില് ഒരു വളരെ വലിയൊരു കഥ തന്നെ ഇത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം വളർന്നത് ഫറോവയുടെ കൊട്ടാരത്തിലാണല്ലോ. ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന കാലത്ത് മൂസ അലൈഹി ഇസ്ലാം ഫറോവയുടെ ശിരസിൽ നിന്ന് അദ്ദേഹത്തിന്റെ കിരീടം പറിച്ചെടുത്ത് സ്വന്തം ശിരസിൽ വെച്ച് കളഞ്ഞു. ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു വികൃതി കാട്ടി എന്ന വിധത്തിൽ കാണാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അത് ഫറോവയിൽ വലിയ ഭയപ്പാടും വെപ്രാളവും ഒക്കെയാണ് സൃഷ്ടിച്ചത്. കൊട്ടാരത്തിൽ അത് വലിയ ചർച്ചയായി. ബനു ഇസ്രായേൽ സമൂഹത്തിൽ പെട്ടത് ആണ് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കുട്ടി, കൊട്ടാരത്തിൽ വളരുന്ന ആ കുട്ടി, അയാൾ ഫറോവയുടെ കിരീടം പിടിച്ചെടുത്ത് സ്വന്തം ശിരസിൽ വെച്ചു എന്നത് അതൊരു യാദൃച്ഛികമായി ചെയ്ത ഒരു കുഞ്ഞിന്റെ വികൃതി കാണിക്കൽ എന്നതിൽ പരിമിതമാണോ എന്നതായിരുന്നു ആളുകളുടെ സംശയം. അതിനപ്പുറത്തേക്ക് ഉദ്ദേശപൂർവം അല്ലെങ്കിൽ പ്രതീകാത്മകമായി വരാനിരിക്കുന്ന ഒരു സംഭവത്തിന്റെ സൂചന എന്നോണം ഒക്കെ
ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ലേ അത് എന്നൊക്കെ പലർക്കും ആ ഘട്ടത്തിൽ തോന്നി എന്നാണ് പറയപ്പെടുന്നത്. അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞ് വലിയ അപകടം ആകാൻ പോവുകയാണ്, അതുകൊണ്ട് ഇവനെ കഥ കഴിച്ച് കളയണം എന്ന വിധത്തിലൊക്കെയുള്ള ആലോചന വരും. എന്തായാലും അതിന്റെ മുമ്പായിട്ട് അവര് അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് തീരുമാനിക്കുകയാണ്. ആ പരീക്ഷണം അദ്ദേഹത്തിന്റെ മുന്നില് ഒരു പാത്രത്തില് ഒരു തീക്കട്ടയും മറ്റൊരു പാത്രത്തിൽ ഒരു സ്വർണ്ണക്കട്ടയും വെച്ചു കൊടുക്കുക എന്നതായിരുന്നു. അപ്പോ എന്താണ് കുഞ്ഞിന്റെ പ്രതികരണം എന്നത് കാണാനാണ്. അപ്പോ കഥ അനുസരിച്ച് അങ്ങനെ രണ്ട് പാത്രങ്ങൾ മുന്നിൽ വെച്ച് ഒന്നില് തീക്കട്ടയും മറ്റതില് സ്വർണ്ണക്കട്ടിയും ആയത് വെച്ചു കൊടുത്തപ്പോ മൂസ അലൈഹി ഇസ്ലാം അന്ന് അദ്ദേഹത്തിന്റെ ബാല്യത്തില് കൊട്ടാരത്തിൽ വളരുന്ന ആ കാലത്ത് വേഗം സ്വർണ്ണക്കട്ട വായിലിടും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ ഫറോവയുടെ ശിരസിൽ നിന്ന് ഈ കിരീടം പറിച്ചെടുത്ത് സ്വന്തം ശിരസിൽ വെക്കുകയൊക്കെ ചെയ്ത കുട്ടിയാണല്ലോ. പക്ഷെ ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം ആ തീക്കട്ട എടുത്ത് വായിലിടുകയാണ് ഉണ്ടായത് എന്നാണ് കഥയിൽ പറയുന്നത്. തീക്കട്ട വായിലിട്ടത് കാരണമായിട്ട് അദ്ദേഹത്തിന്റെ നാവ് പൊള്ളലേൽക്കുകയും അദ്ദേഹത്തിന് വിക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് അതൊരു വൈകല്യമായി മാറി. അദ്ദേഹത്തിന് തുടർന്ന് വാചാലതയോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇല്ലാതെയായി. വിക്ക് അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലൊക്കെ കൊഞ്ഞ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകത, ഒരവസ്ഥ അദ്ദേഹത്തിന്റെ സംസാരത്തിന് വന്നുപെട്ടു എന്നൊക്കെയാണ് ആ കഥ. പക്ഷെ ഈ കഥ തീർത്തും അസ്വീകാര്യമായിട്ടാണ് ആധുനിക കാലത്തെ മുഫസ്സിറുകൾ ഈ ഇസ്രായേലി കഥ, തൽമൂദിൽ കാണുന്ന ഈ കഥ, ആ ഇസ്രായേലിയാത്തിന്റെ പല സംഗതികളും ഖുർആൻ വിശദീകരണങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആദ്യകാല മുഫസ്സിറുകളുടെ രചനകളിലൊക്കെ. ആ വിധത്തിൽ ഈ കഥയും പഴയ കാലത്തെ തഫ്സീറുകളിൽ വലിയ ഇടം നേടിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇടം നേടിയിട്ടുള്ളത് ഒരു സംഗതി. പക്ഷെ ആധുനികകാല മുഫസ്സിറുകൾ പലരും ഇതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളയുകയും. സയ്യിദ് മൗദൂദി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ന്യായം, ഇത് അസ്വീകാര്യമാണ്, ഇത് അവാസ്തവമാണ്, അത് ഖുർആൻ വ്യാഖ്യാനത്തിന് ഉപയോഗിച്ചുകൂടാത്ത ഒന്നാണ് എന്നൊക്കെ അദ്ദേഹം കരുതുന്നതിനുള്ള ഒരു ന്യായമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ഒരിക്കലും തന്നെ ഒരു കുട്ടി തീക്കട്ട കയ്യിലെടുത്ത് അത് വായിലിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്നതാണ്. അദ്ദേഹം പറയുന്നത് തീക്കട്ട കയ്യിലെടുത്താൽ അത് പൊള്ളലുണ്ടാക്കും. കടുത്ത പൊള്ളലും ചൂടും അനുഭവപ്പെടുന്ന ഒരവസ്ഥയിൽ കയ്യിൽ തന്നെ പൊള്ളല് ശക്തമാക്കുന്ന ആ സംഗതി ഒരു കുഞ്ഞും അതെടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. കൈ പൊള്ളാനിടയായി എന്ന് വരും, അതോടെ കൈ പിൻവലിക്കുകയും ചെയ്യും എന്നതേ സംഭവിക്കുകയുള്ളൂ. അല്ലാതെ അതെടുത്ത് വായിലിടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കഥ വളരെ അസ്വീകാര്യമായ ഒരു കെട്ടുകഥ മാത്രമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെ യുക്തിപരമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. എന്തായാലും ഇവിടെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിന്റെ കുരുക്ക് നീ അഴിച്ചു തരണമേ എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിന് സംസാര വൈഭവം കുറവ് ആയിരുന്ന, അല്ലെങ്കിൽ സംസാരത്തിന് വേണ്ടത്ര ഫ്ലോ കിട്ടാത്ത ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ ശൈശവത്തിലും യൗവനത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു വസ്തുതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തിൽ വിക്കോ കൊഞ്ഞയോ ഒന്നും ആകാൻ ഒരു സാധ്യതയുമില്ല. കാരണം പ്രവാചകന്മാരായിട്ട് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ആളുകള് അങ്ങനെയുള്ള വൈകല്യങ്ങളുള്ളവരാവാറില്ല. ഒരു പ്രവാചകനും അങ്ങനെ ശാരീരികമായ വൈകല്യം ഉള്ള വിധത്തില് കാണപ്പെടുകയില്ല എന്നതാണ് ഇത് സംബന്ധമായി ഗഹനമായ ആലോചനയും അതുപോലെ തന്നെ വിശകലനവും ഒക്കെ പങ്കുവെക്കുന്ന പല പ്രമുഖരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന് സംസാര വൈഭവത്തിന് കുറവുണ്ടായിരുന്നു എന്നത് മാത്രമാണ് ആ ഘട്ടത്തില് പ്രശ്നമായി ഉണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാക്കപ്പെടുന്നത്. എന്റെ വ്യക്തിപരമായ വായനയില്
മൂസ അലൈഹി ഇസ്ലാമിനെ നാവടങ്ങിപ്പോയ ഒരാളായി മാറാൻ കാരണമായൊരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അതുമായി അതിന് ബന്ധമുണ്ടാവാൻ ഇടയുണ്ട് എന്നതാണ്. മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതിന്റെ തൊട്ട് മുമ്പാണല്ലോ അദ്ദേഹം ഒരു ശണ്ടയിൽ ഏർപ്പെട്ട ആളുകളുടെ ആ ഏറ്റുമുട്ടലിൽ ഇടപെട്ട് ഒരാളെ പ്രഹരിച്ചപ്പോ അയാൾ അങ്ങ് മരിച്ചുപോയ സംഭവം ഉണ്ടാവണം. അത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അദ്ദേഹം തന്നെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വലിയൊരു പാതകമാണ്, വലിയൊരു ക്രൈമാണ്. ആ ക്രൈം ന്യായീകരിച്ചുകൊണ്ടോ അതിൽ നിന്ന് കുറ്റവിമുക്തി നേടിക്കൊണ്ടോ ഒക്കെ വേണം ഇങ്ങനെ ഒരു ദൗത്യം മൂസ അലൈഹി ഇസ്ലാമിന് നിർവഹിക്കാൻ. എന്തായാലും ഈ കുറ്റഭാരം, ഈ പാപഭാരം മൂസ അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ സൃഷ്ടിച്ച ആഘാതം കാരണമായിട്ടാവണം ഒരു പക്ഷെ അദ്ദേഹത്തിന് വളരെ ഫ്ലുവന്റ് ആയിട്ട് ആളുകളോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒക്കെ വന്നുപെട്ടിട്ടുണ്ടാകുക. അത് ഒരു ട്രോമ ആയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവാൻ വലിയ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കുറ്റകൃത്യം, അതും മാലോകരും എല്ലാവരും അറിയുന്ന വിധത്തിൽ ഒരു വലിയ കുറ്റം ചെയ്ത, ഒരു പാതകം ചെയ്ത ആളായി മാറിപ്പോയി എന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മെന്റൽ ട്രോമ ഉണ്ടാക്കുകയും അത് കാരണമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരത്തില് ഇടർച്ചയോ പതർച്ചയോ അല്ലെങ്കിൽ വാചാലത ഇല്ലാതാവുന്ന ഒരവസ്ഥയോ ഒക്കെ അത് കാരണമായിട്ടുണ്ടാവാൻ ഇടയുണ്ട്. എന്തായാലും മൂസ അലൈഹി ഇസ്ലാം നടത്തുന്ന ഈ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. പലപ്പോഴും ഈ പ്രാർത്ഥന പ്രഭാഷകരൊക്കെ അവരുടെ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിന്റെ സഹായം പ്രഭാഷണ കല ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിനുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന വാക്കുകളാണ്. അപ്പോ പറയുന്ന കാര്യം റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. തുടർന്ന് പറയുന്ന അതാണ്, എന്റെ നാവിന്റെ കുരുക്ക് നീ ഒന്ന് അഴിച്ചു തരണമേ, എന്റെ സംസാരം അവർക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. എന്റെ വാചാലത കുറവ് കൊണ്ട്, സംസാരത്തിലെ എളിമയില്ലായ്ക കാരണമായി കാര്യങ്ങൾ വ്യക്തതയോടുകൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് നീ നാക്കിലെ കുരുക്ക് അഴിച്ചു തരണമേ എന്നാണ് പറയുന്നത്. യഫ്ഖഹു ഖൗലി, എന്റെ സംസാരം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. വജഅൽ ലി വസീറൻ മിൻ അഹ്ലി. തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം കുറച്ചുകൂടി വ്യാപ്തിയുള്ള ഒരു കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. ഈ ഒരു ദൗത്യം ഞാൻ തനിച്ച് നിർവഹിച്ചാൽ എവിടെയെങ്കിലും എത്തുന്നു തോന്നുന്നില്ല, വിശേഷിച്ച് എന്റെ സംസാര വൈഭവത്തിൽ വലിയ കുറവുള്ളത് കൊണ്ട്. അതാണ് മൂസ അലൈഹി ഇസ്ലാം സ്വയം കണ്ടെത്തിയ ഒരു പരിഹാരം അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. വജഅൽ ലി, എനിക്ക് നീ നിശ്ചയിച്ചു തരണമേ, വസീറൻ, ഒരു മന്ത്രിയെ, ഒരു സഹായിയെ, എന്റെ ഈ ദൗത്യം നിർവഹിക്കുന്നതിന്, അത് നടപ്പിലാക്കുന്നതിന് ഒരു മിനിസ്റ്ററെ എനിക്ക് നിശ്ചയിച്ചു തരണം എന്നാണ് പറയുന്നത്. വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാളെ സഹായിയായി, മന്ത്രിയായി, എന്റെ കാര്യദർശിയായിട്ട് ഒരാളെ ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാന്, എന്നെ സഹായിക്കാന് ഒരാളെ നിശ്ചയിച്ചു തരണമേ എന്നാണ് പറയുക. വസീർ എന്ന് പറഞ്ഞാല് മന്ത്രി എന്നാണ്. നമ്മള് വിസാറ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അറബ് ലോകത്ത് വിസാറത്തുൽ ഇൽമ്, അതുപോലെ വേറെ വിസാറ ദാഖിലിയ എന്നൊക്കെ പറഞ്ഞ പല മന്ത്രാലയങ്ങളും കേട്ടിട്ടുണ്ടാവും. വിസാറ എന്ന് പറഞ്ഞാലും മന്ത്രാലയം എന്നാണ്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യാലയം, അത്രയേ ഉള്ളൂ അതിന്റെ സൂചന. അപ്പോ വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു ആളെ എനിക്ക് ഇക്കാര്യം നിർവഹിക്കുന്നതിന് സഹായിയായി, ഒരു മന്ത്രിയായി നിശ്ചയിച്ചു തരണമേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. കൂടുതൽ വ്യക്തതയോടുകൂടി അടുത്ത ആയത്തിൽ അത് സ്പെസിഫൈ ചെയ്യാണ്. ഹാറൂന അഹി, എന്റെ സഹോദരനായ ഹാറൂനെ, ഇങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഹാറൂൻ അലൈഹി ഇസ്ലാം, ഈ പേര് വിശുദ്ധ ഖുർആനില് പലയിടത്തും പരാമർശം വന്നിട്ടുള്ളതാണ്. സൂറത്ത് മറിയമില് നമ്മള് ഈ പേര് കാണുകയുണ്ടായി. മറിയം റളിയല്ലാഹു അൻഹയുടെ
കുടുംബത്തിലെ ശ്രദ്ധേയനായ ഒരു പൂർവികൻ എന്നുള്ള നിലയ്ക്ക് ഈ പേര് പരാമർശിക്കപ്പെട്ടത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഹാറൂൻ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിന്റെ സ്വന്തം സഹോദരനാണ്. അദ്ദേഹത്തെക്കാൾ 3 വയസ്സ് മൂപ്പുള്ള സീനിയറായ ആളായിരുന്നു ഹാറൂൻ അലൈഹിസ്സലാം എന്നാണ് ബൈബിളിന്റെ സൂചന. ആരൻ എന്നാണ് ഇംഗ്ലീഷിലെ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ഈ പേര് പരാമർശിക്കപ്പെട്ട് കാണാം. ആരൻ, AARON എന്നോ അല്ലെങ്കിൽ ARON എന്നൊക്കെ എഴുതുന്ന വിധത്തില് ആരൻ എന്നാണ് ഈ പേര് പരാമർശിക്കപ്പെട്ട് കാണാം. അപ്പോ ഹാറൂൻ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിന്റെ സഹോദരനാണ്. അദ്ദേഹത്തെ കൂടി പ്രവാചകത്വം നൽകി ആദരിച്ച് ഈ ചുമതലയിൽ പങ്കാളിയാക്കണം എന്നാണ് മൂസ അലൈഹിസ്സലാം ഇവിടെ പറയുന്നത്. കാരണം ഒറ്റക്ക് അങ്ങ് കയറി ചെന്ന് ഫറോവയോട് ഇക്കാര്യം പറയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കൂടെ ഒരാൾ കൂടി വേണം. ഒരു ധൈര്യത്തിന് കാര്യങ്ങള് ഞാന് തൊണ്ടയിടറി പോവുകയാണെങ്കിൽ അത് ഏറ്റെടുത്ത് പറയാൻ കഴിയുന്ന, എനിക്ക് വല്ല പതർച്ചയും വരികയാണെങ്കിൽ അത് പരിഹരിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരാള്, അത് എന്നെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിന് സന്നദ്ധതയുള്ള ഒരാള് കൂടെ വേണം എന്നതാണ് മൂസ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത്. ഈ കാര്യം മൂസ അലൈഹിസ്സലാമിന്റെ ഈ സംസാര വൈഭവത്തിലുള്ള കുറവ് സംസാരത്തിനിടക്ക് ഈ ഫറോവ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരിടത്ത്. ഖുർആൻ അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. വലാ യക്കാദു യുബീൻ എന്നത് ഒരു ആക്ഷേപവും ഒരു ആരോപണവും ഒക്കെ ആയിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ നേരെ ഫറോവ തൊടുത്തു വിടുന്നുണ്ട്. വലാ യക്കാദു യുബീൻ എന്ന്. അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയാൻ പോലും കഴിയില്ല. യുബീൻ എന്ന് പറഞ്ഞാൽ യുബയ്യനു എന്നതിന്റെ വേറൊരു രൂപമാണ്. അപ്പോ അദ്ദേഹത്തിന് ഇയാൾക്ക് സംസാരിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഒരുത്തനാണ് എന്റെ അടുക്കലേക്ക് ഈ ധിക്കാരത്തിന് കയറി വന്നിരിക്കുന്നത് എന്ന വിധത്തില് ഫറോവ പ്രതികരിക്കുന്നത് ഒരിടത്ത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ വാക്കുകളില് സൂറത്തുൽ ഖസസില് അദ്ദേഹത്തിന്റെയും സഹോദരന്റെയും ഇത് സംബന്ധമായ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാഹി ഹാറൂനു അഫ്സഹു മിന്നി. അവിടെ പറയുന്നത് എങ്ങനെയാണ്? എന്റെ സഹോദരൻ ഹാറൂൻ, അദ്ദേഹം എന്നേക്കാൾ വാചാലതയുള്ളവനാണ്. അഫ്സഹു മിന്നി ലിസാന്, ഭാഷാ പ്രയോഗിച്ച് സംസാര വൈഭവം കാണിക്കാൻ കഴിയുന്ന ആളാണ്. ഫർസിൽഹു മഅയ്യ, അദ്ദേഹത്തെ കൂടി എന്നോടൊപ്പം അയക്കണം. ഇത് ഒരു സഹായിയായിട്ട്, പിൻബലമായിട്ട്. യുസദ്ദിഖുനി, അദ്ദേഹം എന്നെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുമ്പോ അതിനെ പിന്തുണക്കുന്നവനായിക്കൊണ്ട് അദ്ദേഹം എന്റെ കൂടെ വേണം. ഇനി അഖാഫു അൻ യുകദ്ദിബൂൻ, കാരണം അവരെന്നെ കളവാക്കി കളയുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം സൂറത്തുൽ ഖസസില് സ്വന്തം അവസ്ഥയെ സഹോദരന്റെ വൈഭവങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായിട്ടുള്ള കാര്യം. അപ്പോ ആവശ്യപ്പെട്ടത് ഹാറൂന അഹി, സഹോദരൻ, എന്റെ തന്നെ സഹോദരൻ ഹാറൂന്. ബൈബിളിലെ സൂചന നമുക്ക് സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഹാറൂൻ അലൈഹിസ്സലാം മൂസ അലൈഹി ഇസ്ലാമിന്റെ 3 വർഷം സീനിയറായ സഹോദരനായിരുന്നു എന്ന് ആണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബൈബിളിൽ. അത് ശരിയാവാനാണ് സാധ്യത കൂടുതലുള്ളത് പല ആംഗിളിലും അതിനെ പരിശോധിക്കുമ്പോൾ. കാരണം ഹാറൂൻ അലൈഹി ഇസ്ലാമിന് അങ്ങനെ കുട്ടിക്കാലത്ത് ഫറോവ കൊച്ചുമക്കളെ കൊന്നുകളയുന്ന ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ. പിന്നെ മൂസ അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തിന്റെ ശേഷം ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവനൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെ ആവാനാണ് സാധ്യത ഹാറൂൻ അലൈഹി ഇസ്ലാം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ എന്നെ പിന്തുണക്കുന്നതിന്, എന്നെ സഹായിക്കുന്നതിന് വേണ്ടി കൂടുതൽ സംസാര വൈഭവമുള്ള എന്റെ സഹോദരനെ ഈ കാര്യത്തില് ദൗത്യം എന്നോടൊപ്പം ചുമതലപ്പെടുത്തണം. അദ്ദേഹത്തെ കൂടി എന്റെ മന്ത്രിയായി സഹായിയായി നിശ്ചയിക്കണം എന്നാണ് പറയുന്നത്. ഉഷ്തുദ് ബിഹി അസരി, എന്റെ കരുത്ത് നീ അദ്ദേഹത്തെ കൊണ്ട് ശക്തിപ്പെടുത്തണേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം തുറന്നു പറയുന്നത്. വഷ്ദുദ് എന്ന് പറഞ്ഞാൽ
ഉഷ്തുദ് എന്ന് പറഞ്ഞാൽ കരുത്ത് നൽകുക, അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക, ശദീദാക്കുക. ഉഷ്തുദ് ബിഹി അസരി. അസരി എന്ന് പറഞ്ഞാൽ എന്റെ ശക്തി നീ കടുപ്പമുള്ളതാക്കണമേ, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കണമേ എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഉഷ്തുദ് ബിഹി, അദ്ദേഹത്തെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഹാറൂൻ അലൈഹിസ്സലാമിനെ കൊണ്ട് എന്നെ പിൻബലപ്പെടുത്തി കരുത്ത് ഉള്ളവനാക്കി മാറ്റണമേ എന്നാണ് ആവശ്യം. വാശിരിക്കുഹു ഫി അംരി, ഈ ദൗത്യത്തില് അദ്ദേഹത്തിന് കൂടി പങ്കാളിത്തം നൽകണമേ എന്ന്, അദ്ദേഹത്തെ എന്നോടൊപ്പം ശരീക്കാക്കണം. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഒരു ദൗത്യത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ, ഒരു അധികാരത്തില്, ഒരു പദവിയിലൊക്കെ പങ്കാളിയായ ഒരാൾക്കാണ് ശരീക്ക് എന്ന് പറയാം. അള്ളാഹുവിനോടൊപ്പം ശരീക്കില്ല എന്ന് നമ്മൾ ഖുർആനിൽ പലയിടത്തും പറയുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ പ്രവാചകത്വം എന്ന ഈ ഫറോവയുടെ അടുക്കിലേക്ക് കയറി ചെന്ന് ഈ ദൗത്യം നിർവഹിക്കാനും ബനു ഇസ്രായേൽ സമൂഹത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകാനും ഒക്കെയുള്ള ദൈവികമായ ദൗത്യം, അത് നിർവഹിക്കുന്നതില് ഇദ്ദേഹത്തിന് കൂടി, എന്റെ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കൂടി ശരീക്കാക്കണമേ, പങ്കാളിയാക്കണമേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. കൈ നുസബ്ബിഹക കസീറ, എന്തിനു വേണ്ടിയാണ്? അപ്പോ രണ്ടുപേരെയും ചുമതലപ്പെടുത്തുക വഴി ഞങ്ങൾക്ക് വളരെ ആശ്വാസത്തിൽ നിന്നെ പ്രകീർത്തിക്കാനും നിന്നെ വാഴ്ത്താനും ഒക്കെ സാധിക്കും. അതിനുകൂടി വേണ്ടിയാണ്. മറ്റത് ഈ ദൗത്യം നിർവഹിക്കുന്ന അതിന്റെ മാനസിക സമ്മർദ്ദത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങ് പെട്ടുപോകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിപ്പോകും. ഞങ്ങൾക്കൊരല്പം ആശ്വാസത്തിൽ നിന്നെ പ്രകീർത്തിക്കാൻ, നിനക്ക് തസ്ബീഹ് ചെയ്യാൻ സാധിക്കാൻ വേണ്ടിയാണ്. വനദ്കുറക കസീറ, നിന്നെ നീ ചെയ്തു തന്ന പല സഹായങ്ങളുടെയും പിൻബലത്തിന്റെയൊക്കെ പേരിൽ നിന്നെ നിരന്തരം സ്മരിക്കാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെ നിന്നെ ദിക്ർ ചെയ്യാനാണ്. വനദ്കുറക കസീറ, നിന്നെ ആവർത്തിച്ച് ധാരാളമായി ദിക്ർ ചെയ്യാനും നിനക്ക് തസ്ബീഹ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി ഈ ഒരു സൗകര്യം നീ ഒരുക്കി തരണമേ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഇന്നക കുൻത ബിനാ ബസീറ, നീ ഞങ്ങളെ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണല്ലോ. നീ ഞങ്ങളെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ബസീറാണ് നീ. ആരുടെ കാര്യത്തിലാണ്? ബിനാ, ഞങ്ങളുടെ കാര്യത്തിൽ സൂക്ഷ്മമായി നിരന്തരമായി ശ്രദ്ധയുള്ള നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണല്ലോ നീ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. അതും ഒരു പ്രാർത്ഥന തന്നെയാണ്. നീ എന്റെ കൂടെ ഹാറൂനെ ചുമതലപ്പെടുത്തിയിട്ട് അങ്ങ് മാറി നിന്ന് കളയരുതേ, നിന്റെ ഒരു നോട്ടം കണ്ണും എപ്പോഴും ഞങ്ങളുടെ മേല് വേണേ എന്നാണ് പരോക്ഷമായിട്ട് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നൊക്കെ കുന്ത ബിനാ ബസീറ, ഞങ്ങളിപ്പോ ഫറോവയുടെ കൊട്ടാരത്തിലേക്കൊക്കെ കണ്ട് കയറി ചെല്ലും, പക്ഷെ അത് നീ ഞങ്ങളെ നിരന്തരമായി നോക്കി നിൽക്കുന്നുണ്ട്, ഞങ്ങളെ നിരന്തരമായി കാണുന്നുണ്ട്, നിന്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്യണത് എന്ന വിശ്വാസത്തിലാണ്. നീ ഞങ്ങളുടെ നേരെ കണ്ണടച്ച് കളയല്ലേ എന്നാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം പറയുന്നതിന്റെ ഒരു സൂചനയായിട്ട് കാണാൻ കഴിയും. ഇന്നൊക്കെ കുന്ത ബിനാ ബസീറ, നീ നിശ്ചയമായിട്ടും ഞങ്ങളെ സൂക്ഷ്മമായി നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇതിനു വേണ്ടി പുറപ്പെടാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഒരു നോട്ടം, നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഞങ്ങളെ മേല് വേണം. നീ ഞങ്ങളെ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണല്ലോ എന്നാണ്. അപ്പൊ ഞങ്ങൾക്കൊരു ആശ്വാസത്തിൽ കാര്യം നിർവഹിക്കാൻ കഴിയണം. നിനക്ക് തസ്ബീഹ് ചെയ്യാനും ദിക്ർ ചെയ്യാനും ഒക്കെ കഴിയണം. ഞങ്ങൾക്ക് പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് പരസ്പരം ധൈര്യം നൽകിക്കൊണ്ട് ഈ കാര്യം നിർവഹിക്കാൻ കഴിയണം. അതിന്റെ കൂടെ നീ ഞങ്ങളുടെ കാര്യത്തില് നല്ല ശ്രദ്ധയുള്ളവനും ആവണം. നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഞങ്ങളുടെ മേല് വേണം എന്നൊക്കെയുള്ള നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇതോടെ അവസാനിക്കുകയാണ്. ചില ചോദ്യങ്ങൾ ഇവിടെ വന്നത് ഉണ്ടായിരുന്നു. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ നാളെ പറയാം. സമയം കുറച്ച് വൈകിയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.